So welcome to another video of OIT Basics. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെലവൻറ്റ് സെറ്റിംഗ് ഒക്കെ നോക്കി എങ്ങനെയാണ് ഒരു കൺഫർമേഷൻ കേസിൽ ഇൻട്രോ കൊടുക്കേണ്ടതെന്നായിരുന്നു നോക്കിയത്. സോ നമുക്ക് കുറച്ചുകൂടെ ടൈപ്പ് ഓഫ് റോൾ പ്ലേസ് ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെയും കൂടെ എങ്ങനെയാണ് ഇൻട്രോ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് അൺനോൺ കേസസ്. ഒരു അൺനോൺ കേസിൽ എങ്ങനെയാണ് ഇൻട്രോ കൊടുക്കേണ്ടത്? സോ ദ ഫസ്റ്റ് തിങ് വാട്ട് വി ഹാവ് ടു ഡു ഈസ് യു ക്യാൻ ഗിവ് എ ഗ്രീറ്റിംഗ്, good morning or good afternoon, whatever it is, and then you can give your intro. My name is, your name, I'm one of the registered nurses working in this particular setting. ഇനി നമുക്കറിയേണ്ടത് പേഷ്യൻ്റ് എന്തിനു വന്നു എന്നുള്ളതാണ്. And to know that, we can ask, how may I help you? അല്ലെങ്കിൽ what brings you here today? മുതലായ ക്വസ്റ്റ്യൻസ് അവരവരുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യും. ആ കൺസേൺ അഡ്രസ്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് എംപത്തറ്റിക് ഫ്രേസസ് ഒക്കെ അവിടെ ഉപയോഗിക്കാം. ദാറ്റ് ഈസ്, ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യുവർ കണ്ടീഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ. പ്ലീസ് ഡോണ്ട് വറി, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് വി ആർ ഓൾ ഹിയർ ടു ഹെൽപ്പ് യു. ഇനി നമുക്ക് അറിയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ പേരും വയസ്സുമാണ്. ആൻഡ് ഫോർ ദാറ്റ് വി ക്യാൻ ആസ്ക്, ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം ആൻഡ് ഏജ്. അവരുടെ പേരും വയസ്സും അവർ പറയും. ആ പേര് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. തുടർന്നുള്ള കോൺവെർസേഷനിൽ ആ പേര് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഒരു അൺനോൺ കേസിൻ്റെ ടിപ്പിക്കൽ ഇൻട്രോ. ദ സെക്കൻഡ് വൺ ഈസ് നോൺ കേസസ്. ഒരു കാർഡ് വായിച്ച് നോൺ കേസ് ആണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ ടൈമിൽ ഇൻ്റർലോക്യൂട്ടറിനോട് പേര് ചോദിച്ച് വെക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ്, ഹൗ മേ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ അല്ലെങ്കിൽ ഹൗ മേ ഐ അഡ്രസ് ദ പേഷ്യൻറ്റ് ഡ്യൂറിങ് ദ റോൾ പ്ലേ എന്നുള്ളത്. ഇനി നോൺ കേസ് നമുക്ക് രണ്ട് രീതിയിൽ തുടങ്ങും. ദ ഫസ്റ്റ് വൺ ഈസ്, നമുക്ക് ഓൾറെഡി പേഷ്യൻറ്റിനെ അറിയാം എന്നുള്ള രീതിയിൽ. അതല്ല എങ്കിൽ നേരിട്ട് അറിയത്തില്ല, പക്ഷേ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് രീതിയിലാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ പേരുണ്ടല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വില്യം എന്നാണ് ഇൻ്റർലോക്യൂട്ടർ തന്നത്. ആ വില്യം എന്നുള്ള പേര് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ കോൺവെർസേഷൻ തുടങ്ങാം. ദാറ്റ് ഈസ്, ഗുഡ് മോർണിംഗ് വില്യം, ഐ ഹോപ്പ് യു റിമെമ്പർ മീ വൺസ് അഗെയിൻ. മൈ നെയിം ഈസ് യുവർ നെയിം, ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ വാർഡ് ഓർ വാട്ട് എവർ ദ സെറ്റിംഗ് ഈസ്. ഇനി രണ്ടാമത്തെ കേസിലാണെങ്കിൽ you can give your greetings, good morning, and then you can ask, if I'm not wrong, am I speaking to William? Yes എന്ന് പറയുവാണെങ്കിൽ നിങ്ങളുടെ ടിപ്പിക്കൽ ഇൻട്രോ. ഓക്കെ വില്യം, സോ മൈ നെയിം ഈസ് യുവർ നെയിം, ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ വാർഡ്. ഇതാണ് നോൺ കേസിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു ടിപ്പിക്കൽ ഇൻട്രോ. മൂന്നാമത്തേത് നമ്മുടെ ജസ്റ്റ് എക്സാമിൻ്റെ കേസാണ്. ജസ്റ്റ് എക്സാമിൻ്റെ കേസാണെങ്കിലും നമുക്ക് പ്രിപ്പറേഷൻ ടൈമിൽ പേര് ചോദിച്ച് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇത്തരം കേസുകൾ എന്നുള്ളത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ കോൺവെർസേഷൻ തുടങ്ങുന്നത്. ദാറ്റ് ഈസ്, നിങ്ങളുടെ ഗ്രീറ്റിംഗ്സ്, ഇൻട്രോ, ഡോക്യുമെൻറ്റേഷൻ പർപ്പസിനായി പേര് ചോദിക്കുന്നത്, ഇതൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. ആ ഒരു കിട്ടിയ പേര് ഉപയോഗിച്ച് വി ക്യാൻ സ്ട്രെയിറ്റ് അവേ ഗോ ഫോർ, thank you for allowing me to examine you, William. So based on my examination, I can see that your condition is so and so. അവിടെ ചേർക്കേണ്ട ഇൻഫർമേഷൻ നമ്മുടെ കാർഡിൻ്റെ അത് തന്നിട്ടുണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് ഇവിടെ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ ഇത്തരം കേസുകളുടെ ഇൻട്രോസ് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് റിഗാർഡിംഗ് OIT, ഫോളോ ടീച്ചേഴ്സ് അക്കാഡമി ഓൺ ഓൾ ദ സോഷ്യൽസ്. ഉറപ്പാണ് വിജയം.